അപ്പം ഞങ്ങൾ സാഹസികമായ മല കയറാൻ പോവാണ് ഗൈസ്. തേങ്ങ തേടിയുള്ള മലയിലേക്കുള്ള യാത്രയാണ് എന്നിട്ടാ. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ ഉണ്ട്. മനോട്ടനില്ല, മനോട്ടൻ്റെ കൈ പന്തളിച്ച് കണ്ട് ഉളുക്കിക്കണ്. അപ്പോൾ വീണുകാണ്ട് അപ്പോൾ ഓനില്ല, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മല കയറാൻ പോവാണ് പറമ്പുക്ക്. അപ്പോൾ ഒരു തേങ്ങ ഒക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പോണ രണ്ടാമത്തെ ദിവസമാണ് എന്നിട്ടാ. ആ ബോട്ടിലിൽ വെള്ളമൊക്കെ ആക്കിക്കണേ, ഇക്ക ചാക്ക് എടുക്കാൻ വയ്ക്കണേ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെ ഒന്ന് പോയി, പിന്നെ ഇന്നും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പാടേ കഴിഞ്ഞിരിക്കണം കേട്ടോ. വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കണം ആട്ടാൻ. അപ്പോൾ തേങ്ങ എടുത്ത് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ പറമ്പ് കാടാണ്, ഇപ്പോൾ അടുത്ത് കാട് വെട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും പെരും കാടയക്കണേ. കാടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൈ മേലാകെ മുറിയാവട്ടാ. എന്നാലും ആ കാട്ടിൽ നിന്ന് ഉള്ളിപ്പെറുക്കി എന്നാലും കുറച്ച് തേങ്ങ കൊണ്ടുവന്നു. അത് പൊളിച്ച് ഏകദേശം ആയിട്ടാ. അപ്പോൾ ഇന്നും കൂടി കൊണ്ടുവരുന്നുണ്ട്, ഒരുമിച്ച് പൊളിച്ചിട്ട് ആട്ടാൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു കുപ്പി ബോട്ടിൽ വെള്ളം എടുത്തിക്കണേ. ഇതാ ഇക്ക വരുന്നേ, മക്കള് എല്ലാവരും ഉണ്ട്. വണ്ടി കയറി കൂടി. ഇതാ ഞങ്ങളെല്ലാവരും കൂടി കയറാണ് ഗൈസ്. ആരെ പൊന്നുണ്ടാ ഷൂട്ടിയുണ്ട്. അത് ഗൈസ് ചാക്കൊക്കെ ഉണ്ട് കേട്ടോ. ചാക്ക് അരിവാക്കത്തി ഒക്കെ ഉണ്ട്. അല്ലോടെ ആദ്യടെ ഗൈസ് ഞങ്ങൾ പറമ്പിലെത്തിട്ടാ. ഞങ്ങളെ പുതിയ വീട് ഉണ്ടാക്കണം അവിടെയാണ്. അതിന് താഴത്തേക്കുള്ള കണ്ടെത്തുന്നതാണ് ഞങ്ങൾ തേങ്ങ വെറുക്കിയെടുക്കുക. അതട്ടോ ഞങ്ങളെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് പറമ്പില്ലേ, ആ പറമ്പിലാണ് കേട്ടോ. വണ്ടി വെച്ചാടാ നല്ല തന്നെയാണ്. നല്ല 2 പഴുത്ത മാങ്ങ ഇട്ടിട്ടാ, 3 വെച്ചിൻ്റെ മാങ്ങ. അങ്ങനെ പറമ്പൊക്കെ അങ്ങോട്ട് തൊടിക്ക് ഇറങ്ങാനിപ്പോൾ വഴിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ നിരത്തിയപ്പോൾ പറമ്പിൻ്റെ അവിടെ മേലെ ഭാഗം നിരത്തിയപ്പോൾ മണ്ണ് ഫുള്ള് തൊടിക്ക് ഇങ്ങോട്ട് നീക്കി തരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി ആദ്യം വന്നിരുന്ന വഴിയൊക്കെ അടഞ്ഞിക്കണ്. അപ്പോൾ ഇക്ക കൈക്കോട് എടുത്തുകാണ്ട് ഇങ്ങോട്ട് കയറാനുള്ള വഴി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഞങ്ങൾക്ക് അടിക്ക് ഇങ്ങോട്ട് തേങ്ങ കയറി വരാൻ വേണ്ടിയുള്ള വഴി ഉണ്ടാക്കുകയാണ്. താൽക്കാലികമാണ് കേട്ടോ, അല്ലാഞ്ഞാൽ കയറി വരാൻ കഴിയൂല ഇവിടെ. കുട്ടികളിതാ ഗൈസ് അവിടെ മാങ്ങ പെറുക്കാൻ പോയാണ്. എളാപ്പാടത്തെ മരമാണ് കേട്ടോ അത്. കോമാങ്ങ ഉണ്ട് പറഞ്ഞിട്ട് ചോട്ട് വീണ മാങ്ങ പെറുക്കണം. ഇഷ്ടംപോലെ ഉണ്ട് തോന്നുന്നു. പറമ്പൊക്കെ വന്നാൽ മാങ്ങ ഇഷ്ടംപോലെ ഉണ്ടാവും, പലവിധ മാങ്ങകൾ. പാമ്പാലുണ്ടാവും മക്കളെ, നോക്കി. ആ കോമാങ്ങയാണ് ഗൈസ്. വൗ, അരയുന്ന പിട പോലെ കുണുങ്ങി നീ നടക്കും. കോമാങ്ങ ഗൈസ്, നല്ല പൈത്ത കോമാങ്ങ. വൗ, കോമാങ്ങ തിന്നണപ്പം ഉണ്ടാ. ഇതൊക്കെ കോമാങ്ങ പോണ് ഞാൻ. ഇത് കേടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരുന്നെടുത്താൽ മതി, അങ്ങോട്ട് പോയിക്കോളും. അവിടെ ഇഷ്ടം പോലെതാ കോമാങ്ങ. അതാ അതൊക്കെ അതൊക്കെ ഇത് ഈ കജ്ജോണും വെച്ചാൽ എന്തിനാ മോളെ അങ്ങോട്ട് കയറി മറിഞ്ഞിട്ടുണ്ട്. അല്ലാ ഇങ്ങോട്ട് നോക്കി ഗൈസ്. മെല്ലെ ഇടിഞ്ഞു പോവാല്ലെങ്കിൽ തന്നെ വീണ് കാണുതായിരിക്കും. ഞാൻ അധികം വണ്ടിയിലെ കാട്ടണത് കോമാങ്ങയാണ്. ഒക്കെ നല്ലതാണ്. ചുമ്മാ അത് കൊണ്ടൊന്ന് വേണ്ട. കോമാങ്ങ എടുത്തിട്ടൂട് ഇന്ന് ഫുൾ നമുക്ക് മുളക് പൊടി ഉപ്പ് കിട്ടി തിന്നണം. അക്കെടുത്തോ ഒന്നും കുഴപ്പം, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. ആണ് കാട്ടുകൊന്ന് ഇറങ്ങണ്ട, പാമ്പോണ്ടാവും. ഇത് ചന്ദനമരം. ഇതാണ് ഗൈസ്, ഇതാണ് ചന്ദനത്തിന്റെ മരമാണ്. ചന്ദനത്തിന് ഉണ്ടാക്കണ്ട. അടുത്ത് അല്ല, അവിടെയൊക്കെ നിറയെ വാങ്ങണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങണ്ട. മരം നിറച്ച് മാങ്ങയാണ്, പിന്നെ എങ്ങനെ ഇല്ലാണ്ടിരിക്കുക. പക്ഷെ കിട്ടൂല, ആ തൊടിയൊക്കെ അങ്ങോട്ട് ചാടും. അങ്ങനെ കുറേ കോമാങ്ങ കിട്ടിയിരുന്നു. പോണോ
സാഹസിക യാത്ര. ആ കണ്ടില്ലേ, ഈ ചാക്ക് നിറയെ കോമാങ്ങയാണ് കേട്ടാ. അത് നല്ല പഴുത്ത ചുമന്ന കോമാങ്ങ. മതി, ആദ്യം കൊറേ അയക്കണേ, മതി. ഒരു വാങ്ങപ്പെടതാ കഴിഞ്ഞു. നല്ല ചെക്ക എന്തായി ഇപ്പൊ മുറിച്ചുകൊണ്ട് പോരി. ഇപ്പൊ മാങ്ങ എത്ര മതി ഗൈസ്? ഇനി തേങ്ങ. കോമാങ്ങ നല്ല പഴുത്ത നാടൻ കോമാങ്ങ. അവിടെ ഉണ്ടാക്കിയ ഇന്നത്തെ സ്റ്റെപ്പാണ് കേട്ടാ. കൈക്കോട്ടൊക്കെ വെച്ച് കൊത്തിക്കാണ്ട് ചെറുതായിട്ട് വഴി ഉണ്ടാക്കിക്കണേ. ആദ്യമൊക്കെ നന്നായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി ടൈക്കൂടെ. പിന്നെ ഇവിടെ JCB വന്ന് മണ്ണ് വാരിയപ്പോൾ ഫുള്ള് മണ്ണ് ഇങ്ങോട്ട് തൊടി കിട്ടപ്പോൾ വഴിയൊന്നും ഇല്ലാണ്ടായി. അപ്പോൾ ഇറങ്ങാനും പോകാനൊക്കെ പണിയാണ്. അപ്പോൾ ഇക്ക കൈക്കോട്ടൊക്കെ കുത്തി പെണിച്ച് ഓരോരോ സ്റ്റെപ്പാക്കി മാറ്റി. ഈ സ്റ്റെപ്പിലൂടെ രീതി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞോ കേട്ടോ, ഉറപ്പാണ്. അവളെൻ്റെ അമ്മ ഒരാള് മുകളിൽ കയറി രണ്ടാമത്തെ ആളെ. അപ്പോൾ ഇത് ദാഹിച്ച കുട്ടികളും മിക്കും കൂടിയും ചാക്കക്ക് എടുത്തു തരാണ് കേട്ടോ. ഞാനങ്ങോട്ട് കയറ്റി കൊണ്ടുവരാണ്. അപ്പം പൊന്തകൾ നല്ല തേങ്ങ ഉണ്ട് കേട്ടോ. പൊന്ത മാറ്റി പൊന്ത കാട് വെട്ടി അതിന് പെറുക്കിയെടുക്കണം. ഇന്നലെ ഞങ്ങൾ വന്നത് ഞങ്ങളെ താഴെ കണ്ടെത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടത്തിൻ്റെ ഇത് മേൽഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞങ്ങൾ നിൽക്കണ പെരൻ്റെ അതിൽക്കൂടെയാണ് കയറിയാൽ അടിഭാഗത്ത് കൂടെ അങ്ങോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ തേങ്ങ എടുത്തൊക്കെ താഴെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അത് അവിടെ നല്ല സുഖമാണ് കേട്ടോ, ഇറക്കി കൊണ്ടുപോകാണ് സുഖം. അപ്പോൾ ഒരു കണ്ടെത്തുന്ന അടുത്ത കണ്ടത്തേക്ക് ഇടും, അടുത്ത കണ്ടെത്തുന്ന അടുത്ത കണ്ടത്തേക്ക്, അങ്ങനെ ഓരോ കണ്ടത്തേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാണ് സുഖം കേട്ടോ. പക്ഷെ ഇത് മേലെ കണ്ടായതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ കുറേ പാടാണ്. അപ്പോൾ പിന്നെ വണ്ടിയും കൊണ്ട് വന്നാൽ ഇങ്ങോട്ട് മേലേക്ക് ഇങ്ങോട്ട് കയറാലോ വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ മേലേക്ക് കയറ്റുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അങ്ങോട്ട് തീക്കട നച്ചടി കൊണ്ടുപോവാം. എന്തുവാ അങ്ങനെ ഞങ്ങൾ എല്ലാ വെളിച്ചെണ്ണ കഴിയുമ്പോൾ ഇങ്ങനെ കയറലനുണ്ട്. ഞാനും മിക്കയും മക്കളും കൂടി ഇങ്ങോട്ട് കയറിയിട്ട് തേങ്ങകൾ നുള്ളി പെറുക്കി കൊണ്ടുപോകൽ തന്നെയാണ് കേട്ടോ. അപ്പം സത്യം പറയട്ടെ, എന്നെ ഇപ്പം കയറാൻ കഴിയണില്ല. തേങ്ങ കനലില്ല, പക്ഷെ അങ്ങോട്ട് നമുക്ക് കയറി പോകാൻ കഴിയണില്ല. കാല് ബാക്കിൽ തന്നെ എടുക്കുക, തേക്ക് വീണിട്ടേ. നമ്മുടെ ആദിമോനത് വരുന്നു എൻ്റെ കൂടെ. ആദിമോനും അങ്ങനെ ഇത് അവിടുന്ന് കൊണ്ടുവരുന്ന തേങ്ങയൊക്കെ ഇവിടെ കൊടുന്നിടുകയാണ് കേട്ടോ. എന്താണ് വണ്ടിയിൽ മാങ്ങ ഒരു സൈഡിലുണ്ട്. കൊയങ്ങിയാ ആദി? അങ്ങനെ വണ്ടീൻ്റെ ഷീറ്റൊക്കെ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഇറങ്ങാൻ മതി. ഇവിടെ ഇതാ അത്ര തേങ്ങ ഇട്ടിട്ടാ. അവിടെ താഴത്ത് നിന്നപ്പം ഒരു എന്താണ് വലിയൊരു മൂച്ചിക്കൊമ്പ് പൊട്ടി ചാടിക്കണം. ഇഷ്ടംപോലെ മാങ്ങുണ്ട്. അപ്പോൾ കുറച്ചെടുത്ത് ഞങ്ങൾ ഇവിടെ ഇതാ കൊയങ്ങി തളർന്ന്. നീ കുറച്ചും കൂടി ഉള്ളു അല്ലേ കഴിഞ്ഞ്. നല്ല ഇറങ്ങാനുള്ള വജ്ജുണ്ടെങ്കിൽ നല്ല സുഖമാണ് കൊണ്ടുവരാൻ. പക്ഷെ ഇറങ്ങാനും കയറാനൊന്നും പറ്റില്ല. അങ്ങനെ ഗൈസ് കഴിഞ്ഞില്ലേ? കയറുവാ എല്ലാം കൊണ്ട് ചോദിക്കോ.
അങ്ങനെ ബാക്കിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ല കേട്ടോ. തേങ്ങയും മാങ്ങയൊക്കെ വാട്ടുകയാണ്. മക്കളെ അതിൻ്റെ മുകളിലൊക്കെ ഇരുന്നിക്കണ്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ അങ്ങോട്ട് ഇരുന്ന്. അവിടെ ഞങ്ങളുടെ പേരൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് പോന്നാൽ മതി, അങ്ങാടി കൂടെ ഒന്നും പോരണ്ട. അങ്ങനെ പോന്നപ്പോൾ വൈകുന്നേ ദാഹിക്കണമെന്ന് പറഞ്ഞിട്ട് പെപ്സി കുപ്പിയൊക്കെ വാങ്ങിട്ടാ. ഒക്കെ വാങ്ങി പെരിയിലെത്തി ഞങ്ങളെല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ആകെ കുഴങ്ങി തളർന്നിരിക്കണം. അപ്പോൾ നല്ല തണുത്ത പെപ്സിയാണ് വാങ്ങിയത് ഇവർ കേട്ടോ. പോരുന്ന വൈകുന്ന പെപ്സി കുപ്പി വാങ്ങിയിട്ട് ദാഹിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു പരിവഹിക്കണം. കയറ്റം കയറി പറമ്പുന്ന് കാടിനുള്ളിൽ നിന്ന് തേങ്ങ പറിച്ച് ഒരു കഥയായിരുന്നു. അപ്പോൾ മാങ്ങാണ് ഇഷ്ടം പോലെ. ഞങ്ങൾ കുറച്ച് താഴെ കണ്ടിട്ട് മാങ്ങമരം പൊട്ടിച്ചടിക്കണിട്ടാ. ഇഷ്ടം പോലെ കപ്പി മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ കൊണ്ടുവരാൻ കഴിയണ്ടായി ഏറ്റുകാണ്ട് ഒക്കെ വാടിക്കണേ. 2 ദിവസം മുന്നേ വീണ് പൊട്ടിച്ചടിയാ തോന്നണം. അപ്പോൾ ഇഷ്ടം പോലെ തുടർച്ച് മാങ്ങ എടുത്ത് കൊണ്ടുവരാൻ കഴിയണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ടൊക്കെ. ബൈ. അപ്പോൾ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നാൽ കുറച്ച് പച്ചമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് അച്ചാറിടണം. അതാണ് അടുത്ത ഡ്യൂട്ടി കേട്ടോ.